അൻവറിനെ ഞങ്ങൾ ഫോണിൽ സൗഹൃദത്തിൽ വിളിക്കുന്നത് ബ്രദർ എന്നാണ്. പി വി അൻവർ തിരിച്ചും ആ സൗഹൃദം ഇപ്പോഴും ഉണ്ടെന്ന് കരുതുന്നു ശ്രീ പി വി. തീർച്ചയായിട്ടും എന്നെ ഇടങ്ങാറാക്കാൻ മതി. ചോദ്യങ്ങളല്ലേ പി വി അൻവർ, ഈ ജോലി അതായതുകൊണ്ട്. ഞാൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു, ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തു ഇന്നലെ പി വി നടത്തിയ ചില സൂചനകൾ. അതൊക്കെ വളരെ സൗഹാർദ്ദപരമായ ആശയ സംഘർഷം മാത്രമാണെന്ന് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിരിക്കുന്നത്. ശ്രീ പി വി, ഞാൻ വളരെ ലൈറ്റായിട്ട് തുടങ്ങിയാൽ, ഇന്നലെ അങ്ങ് കുഴിമന്തിയുമായി ബന്ധപ്പെട്ടും ഈ ഫ്രൈ ഐസുമായി ബന്ധപ്പെട്ടുമൊക്കെ നടത്തിയ ഒരു പരാമർശമുണ്ട്. യഥാർത്ഥത്തിൽ അത് നമ്മുടെ തലമുറ കേട്ടിരിക്കേണ്ട ഒന്നാണ്. ഈ സെഡമെന്ററി ലൈഫ് സ്റ്റൈൽ, പ്രത്യേകിച്ച് ഒരു ഹൃദ്രോഗ ദിനമായിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ ആ ദിവസം അങ്ങ് ഇന്നലെ തുടങ്ങിയത് നന്നായി. പക്ഷെ അതിനെയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സൈബർ പോരാളികൾ വളരെ വികലമായി ചിത്രീകരിച്ച് താങ്കളെ ഒരു കുഴിമന്തി വിരുദ്ധനും ഒരു ഐസ്ക്രീം വിരുദ്ധനും ഒക്കെയായി ചിത്രീകരിച്ചുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത് മനസ്സിലാക്കാതെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രീ പി വി അൻവർ, താങ്കൾക്കൊപ്പം നിന്നിരുന്ന സൈബർ പോരാളികളാണ് പലരും. അല്ല, അത് ആരാണെന്ന് എനിക്കറിയില്ല, മനസ്സിലാവാത്തതുകൊണ്ടല്ല. അതൊരു തമാശ, അവർക്ക് ട്രോളാനുള്ളൊരു വേദി, അവർക്ക് എന്തെങ്കിലും കിട്ടുക. ട്രോളുന്നവരെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും പോയിന്റ് കിട്ടിയാൽ അത് ട്രോളുക, അത് തമാശയാക്കുക, അത് ആ സ്പിരിറ്റിലെടുത്താൽ മതി. അതൊക്കെ നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കണ്ടാൽ മതി. ശരി, മനസ്സിലാവേണ്ടവർക്കൊക്കെ മനസ്സിലാവുമല്ലോ. അതെ, അത് പൊതുസമൂഹം ഇതൊരു വലിയ വിഷയമായി നാട്ടിൽ നിലനിൽക്കുകയാണ്, അതുകൊണ്ട് പറഞ്ഞതാ. ശ്രീ പി വി, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു, നേരിൽ ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുത്തിട്ടുണ്ട്. വളരെ ഗൗരവമേറിയ ഒരു ആരോപണമാണത്. താങ്കളെ നേരത്തെ ഒരു ദുസൂചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇന്നത് കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണ് മുഖ്യമന്ത്രി. താങ്കളിനെ ഒരു കള്ളക്കടത്തുകാരനായി ചിത്രീകരിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അതിപ്പോൾ വ്യക്തമായിരിക്കുകയാണോ? ഡോക്ടർ അരുൺ, ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ പറയുന്നത് കേരളത്തിലെ 1.5 കോടി ജനവും ഇന്നോ നാളെയായിട്ട് കേൾക്കുമല്ലോ. ഇത് മനസ്സിലാവാത്ത ഒരാൾ അദ്ദേഹം മാത്രമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിലാവാത്തത് കൊണ്ടല്ല. ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. എന്നെ മൊഴിയെടുത്ത IG-യോട് ഞാൻ പറഞ്ഞത്, ഈ 102 CRPC പ്രകാരം എയർപോർട്ട് പരിസരത്ത് നിന്ന് പോലീസ് പിടിച്ചതിൽ 180ഓളം കേസുകളുണ്ട്. ഈ 180ഓളം കാരിയേഴ്സിനെ, പാസഞ്ചേഴ്സിനെ, അതിലൊരു 10ഓ 20ഓ ആളെ വിളിച്ച് നിങ്ങളൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അവരൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യും. ഈ എയർപോർട്ട് കിടന്നിട്ട് ഈ സ്വർണം എങ്ങനെയാണ് പോലീസ് പിടിച്ചത്, എങ്ങോട്ടാണ് കൊണ്ടുപോയത്, എവിടെ വെച്ചാണ് ഇവരുടെ പെട്ടി പൊട്ടിച്ചത്, എത്ര സ്വർണമാണ് എടുത്തത്, എവിടെയാണ് ഒരുക്കിയത്, ആരാണ് കോടതിയിൽ കൊടുത്തത്, പബ്ലിക്കായിട്ടുള്ള ആരാണ് ഇതിൻ്റെ വിറ്റ്നസ് ഉള്ളത്. ഈ കാര്യങ്ങൾ ഈ അന്വേഷണ സംഘം അന്വേഷിച്ചാൽ കൃത്യമായി അവർക്ക് ബോധ്യപ്പെടും. ഒരാളെ ഇതുപോലെ വിളിച്ച് അന്വേഷിച്ചായിട്ട് എനിക്ക് ഈ നിമിഷം വരെ വിവരമില്ല. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നതും ദുസൂചന നൽകുന്നതും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? എന്താ മുഖ്യമന്ത്രി പറഞ്ഞ്? മുഖം തിരിച്ചിരുത്തി മറച്ചു വെച്ച് പ്രതികളെ, സ്വർണ്ണക്കള്ളക്കടത്തുകാരെ മഹത്വവൽക്കരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ കൈയുണ്ടോ എന്ന് അദ്ദേഹം പറയുന്നു. പത്രക്കാർ ചോദിക്കുന്നു, അൻവറാണോ അതിൻ്റെ പിന്നിൽ? അത് എനക്കറിയില്ല, അത് നിങ്ങൾ അന്വേഷിക്കുക. ഒരു ചിരി. പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ അന്വേഷണം തുടർന്നു. ഞാനൊരു 4-5 മാസമായിട്ട് ഇത് അന്വേഷിക്കുന്നുണ്ടല്ലോ. ഈ കാരിയർമാരുമായി ബന്ധപ്പെട്ടും ഇവരുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആളുകളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിപ്പിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. കാരണം എനിക്കിതിന് തെളിവ് കിട്ടണ്ടേ, ഇതിന് വസ്തുത ഉറപ്പ് വരുത്തണ്ടേ. അതിൻ്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 2 പാസഞ്ചേഴ്സ്, ഒന്ന് ആ പാസഞ്ചറെ റിസീവ് ചെയ്യാൻ പോകുന്നത് സ്വന്തം അച്ഛനും അമ്മയാണ്. അവരെ കൂടെ ഇരുത്തി അവരെ പറയുന്നത് നിങ്ങൾ കേട്ടു. അത് കഴിഞ്ഞിട്ട് വേറൊരു പാസഞ്ചർ, ഭാര്യയും മകനും കൊച്ചുകുട്ടിയും വന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അവരുടെ വൈഫിൻ്റെ ജ്യേഷ്ഠത്തിയും ഒരു അമ്മാവൻ്റെ പുത്രനുമാണ്. അപ്പോൾ പബ്ലിക്കായിട്ട് അവരിത് പറഞ്ഞു. ഈ 2 കുടുംബവും ഈ എയർപോർട്ടിൽ പോയി ഈ സ്വർണം കൊണ്ടുവന്നവരെ സ്വീകരിച്ചവരാണ്. ഈ പ്രോസസ്സിൽ ഫുള്ളായിട്ട് അവരവരെ കൂടെയുണ്ട്. അവരവരുടെ അനുഭവം പറഞ്ഞു. ഈ നിമിഷം വരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെങ്കിൽ ഈ 2 ആളുകളെ മുഖം വ്യക്തമാക്കിയ, കൃത്യമായ അഡ്രസ്സ് ഞാൻ പറഞ്ഞ ഈ 2 ആളുകളെങ്കിലും ഒന്ന് അന്വേഷിച്ചോ? അവരൊന്ന് വിളിപ്പിച്ചോ? അവരോടൊന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ അവർക്ക് പല ഭീഷണി ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ രീതിയിൽ സാമ്പത്തികമായി അവരെ സ്വാധീനിച്ച് ഇത് അൻവർ പറയിപ്പിച്ച എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷേ തെളിവ് കോടതിയിൽ കിടക്കുന്നുണ്ടല്ലോ. ഈ കാര്യങ്ങൾ ഡോക്യുമെന്റഡ് ആണല്ലോ. ശ്രീ ഹംസ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. പോലീസുകാർ സ്വർണം എടുക്കുന്നു എന്നതാണ് പി വി അൻവറിന്റെ പരാതി.
ഈ സ്വർണം ആർക്ക് കൊടുക്കുന്നു എന്നുള്ളത് പി വി അൻവറിന് പരാതിയല്ലേ? അവരുടെ സംഘത്തിലെ ഒരാൾ എന്ന നിലയിലാണോ പി വി അൻവർ സംസാരിക്കുന്നത് എന്നൊരു ചോദ്യം ശ്രീ ഹംസ അടക്കം ഉന്നയിക്കുന്നുണ്ട്. ശ്രീ പി വി അൻവർ, ഇത് പൊതുസമൂഹത്തിൽ നിൽക്കുന്നൊരു വിഷയമാണ്. നമുക്കതിനൊരു ഉത്തരം കൊടുക്കാൻ വേണ്ടിയെങ്കിലും അങ്ങ് പറയൂ. അങ്ങേക്ക് ആഫ്രിക്കയിൽ സ്വർണ്ണഖനികളുണ്ട്. ഈ ചിലർ അടക്കം പറയുന്നത് താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗുണഭോക്താവാണോ എന്ന് ചിലർ സംശയിക്കത്തക്ക രീതിയിൽ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടൊരു നരേറ്റീവ്, ഒരു കെട്ടുകഥ ചമയ്ക്കുന്നുണ്ടോ പിറകിൽ? ഇല്ല, ഇങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കണമല്ലോ. ഞാൻ പലതവണ ഇത് പറഞ്ഞിട്ടില്ല. കാരണം പോലീസിന് ഇത് അന്വേഷിക്കാൻ കഴിയില്ല. കാരണം സ്വർണം കൊടുത്തു വിടുന്നത് ദുബായിൽ നിന്നാണ്. ദുബായിൽ കേരള പോലീസിന് പോയി അന്വേഷിക്കാൻ എന്താണ് വഴിയുള്ളത്? കസ്റ്റംസ് ആക്ട് അത് അലൗഡാണ്, അത് ഇൻ്റർനാഷണൽ ലോ ഉണ്ട്. അവർക്ക് പോയി അന്വേഷിക്കാമല്ലോ. അപ്പോൾ ആ ഭാഗം പോലീസ് അടച്ചു. ഇനി പോലീസിന് തുറക്കാൻ പറ്റുന്നൊരു ഭാഗം എന്താണ്? ഈ കൊണ്ടുവന്നവർ ആർക്ക് കൊടുക്കാനാണ് ഈ കൊണ്ടുവന്നത്? അവരാരെങ്കിലും പിടിച്ചോ? ഈ പോലീസ് ഈ 100 ചില്ലാനം കേസിൽ ആരെങ്കിലും പിടിച്ചോ? ഈ 102 CRPC പ്രകാരം മൊഴിയെടുക്കുമ്പോൾ ഇത് നീ ആർക്ക് കൊടുക്കാൻ കൊണ്ടുവന്നു അത് അവർക്ക് ചെയ്യാലോ. അപ്പം അത് കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനതിങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പരത്തി പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പോലീസിന് ഈ സ്വർണം പിടിച്ചാൽ അവർ ആദ്യം ചെയ്യേണ്ട, മുഖ്യമന്ത്രി പറയുന്ന ഒക്കെ തെറ്റല്ലേ ഡോക്ടർ അരുൺ? കസ്റ്റംസ് ആക്ട് പ്രകാരം എയർപോർട്ട് വഴി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഐദർ എയർപോർട്ട് ഓർ സീപോർട്ട് എനിവേ വിദേശങ്ങളിൽ നിന്ന് വരുന്ന സ്വർണം, നികുതി വെട്ടിച്ച് വരുന്ന സ്വർണം പിടിച്ചാൽ അതിൻ്റെ അതോറിറ്റി ആരാണ്? കസ്റ്റംസ് ആണ്. പോലീസിന് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയാൽ അത് പോലീസ് കസ്റ്റംസിനാണ് കൈമാറേണ്ടത്. ഇനി കസ്റ്റംസിനിൽ കള്ളന്മാരുണ്ട്, വാസ്തവമാണ്. അവർക്ക് കൈമാറിയാൽ ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പുറത്തുനിന്ന് പിടിക്കണം. പുറത്തുനിന്ന് പിടിച്ചിട്ട് എന്ത് ചെയ്യണം? കസ്റ്റംസിന് കൈമാറണം, അവരുടെ റിവാർഡ് വാങ്ങണം. ഇതല്ലേ ചെയ്യേണ്ടത്? അത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എത്ര കോടി രാജ്യത്തിന് കിട്ടേണ്ട പണമാണ് പോകുന്നത്? അപ്പോൾ കസ്റ്റംസുകാരാണല്ലോ ഈ പ്രതികളുടെ വിവരം ആർക്ക് കൊടുക്കുന്നത്? ഈ ഡാൻസ് ഓഫ് സംഘടനും സുജിത്താനും അജിത് കുമാറിനും കൊടുക്കുന്നത്. അവർ പക്ക, എനിക്കൊരു സമയം തരണം, ഒന്ന് വിശദീകരിക്കണം ഈ വിഷയം. ഇതിൽ ഡോക്ടർ അരുൺ, ഇന്ത്യയിലെ എയർപോർട്ടിൽ ഏറ്റവും കൂടുതൽ സ്വർണം വേട്ട നടക്കുകയും അതിൽ കസ്റ്റംസ് പങ്കാളികളാവുകയും CBI വരികയും കസ്റ്റംസിനെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും കേസിൽ ബുക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഇവിടെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്കാനിങ് മെഷീൻസാണ് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലുള്ളത്. സ്വർണത്തിൻ്റെ ഒരു ലാഞ്ചനയുണ്ടെങ്കിൽ ആ പാക്കിങ്ങിലൂടെ കാണാൻ കഴിയും. അപ്പോൾ കൃത്യമായും ഈ കസ്റ്റംസുകാർ ഇത് കാണുകയാണ്. അവർക്ക് അവിടെ പിടിച്ചാൽ പോരെ? പിടിക്കുന്നില്ലല്ലോ. അവർ മെല്ലെ കടത്തിവിടുന്നു, പുറത്തേക്ക് വിവരം കൊടുക്കുന്നു, ഇന്ന ആൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസ് അവിടെ ഇട്ട് പിടിക്കുന്നു. അപ്പോൾ ആ പിടിച്ചിട്ട് പിന്നെ അവരിഷ്ടപ്പെടുത്ത് കൊണ്ടുപോകുന്നു. ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ മിനിയാന്ന് ഞാൻ എന്താ ചെയ്തത്? ഈ പത്രക്കാരെ മുഴുവൻ കൂട്ടിയിട്ട് ഈ അപ്രൈസർ ഉണ്ണിയുടെ വീടും സ്വത്തും കാണിക്കേണ്ടതൊന്നുമില്ല അരുൺ? നിങ്ങളൊക്കെ കണ്ടതാണല്ലോ. 3 വർഷം മുമ്പ് ഒരു ചെറിയ സ്വർണ്ണപ്പണിക്കാരൻ മാത്രമായിരുന്ന ഉണ്ണി ഇത്രയും സമ്പാദിച്ചത്, അവനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. മുഖ്യമന്ത്രി ഇങ്ങനെ ഇരുന്നിട്ട് പി വി അൻവറാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പി വി അൻവർ ആവുമോ? അങ്ങനെ ഒരു കേസ് വരുന്നുണ്ടാവും, അതിൻ്റെ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടാവും.